ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ chartink.com എന്ന വെബ്സൈറ്റ് പരിചയപ്പെടാം. ഒരുപാട് സ്ക്രീനേഴ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് chartink.com. നമുക്ക് പല കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനും ഈ വെബ്സൈറ്റ് വളരെ അനുയോജ്യമാണ്. ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്യുകയുണ്ടായി ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിനും ബാക്കി ഈ സൈറ്റിനെ കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഗൂഗിളിൽ പോയിട്ട് chartink.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് തന്നെ ഈ വെബ്സൈറ്റ് വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജാണ് കാണുന്നത്. അതിൽ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന ഡീറ്റെയിൽസൊക്കെ അവൈലബിൾ ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത സ്റ്റോക്ക്, ഇൻഡെക്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിൻ്റെ താഴെയായിട്ട് ടുഡേയ്സ് ടോപ്പ് ട്രെൻഡിങ് സ്കാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത സ്കാൻസ് ഫോർമുലയാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം 15 മിനിറ്റ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട്, ഇൻട്രാഡേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനറാണത്. ഷോർട്ട് ടൈം ബ്രേക്ക് ഔട്ട്സ്, അത് ഷോർട്ട് ടൈം ഇൻട്രാഡേക്ക് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഷോർട്ട് ടൈം പിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രീനറാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ക്രീനറുകൾ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനറിൻ്റെ ഫോർമുലയും ആ ഫോർമുല ഒബേ ചെയ്യുന്ന സ്റ്റോക്സുകളും നമുക്ക് കാണാൻ പറ്റും. പല പേജുകളായിട്ടാണ് 25-ൽ കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുക. ആദ്യത്തെ പേജിൽ 25 സ്റ്റോക്കുകളാണ് ഉണ്ടാകുക. അടുത്ത പേജിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 50 സ്റ്റോക്കുകൾ. അതിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പേജ്, നാലാമത്തെ പേജ്, അങ്ങനെ പോകും. നമുക്ക് ഈ താഴെ സെലക്ട് ചെയ്ത് ഓരോ പേജ് വൈസ് പോകാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലേക്ക് പോകാം. പ്രീവിയസ് അടിച്ചിട്ട് പുറകോട്ടുള്ള പേജിലേക്കും പോകാം. വിവിധ തരം ഫോർമുലകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ആ സ്കാനിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് മറ്റു കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കുകളാണ്. ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ പെട്ട സ്റ്റോക്കുകൾ. നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി 50ൽ മാത്രമുള്ള സ്റ്റോക്കുകൾ. നിഫ്റ്റി 100 ഉണ്ട്, നിഫ്റ്റി 200 ഉണ്ട്, എക്സെട്രാസ്. അങ്ങനെ ഉള്ള കാറ്റഗറി വൈസായിട്ട് നമുക്ക് സ്റ്റോക്കിനെ തരം തിരിച്ച് ഇതിൽ ഡിസ്പ്ലേ ആകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിഫ്റ്റി 50 സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനർ ഒബേ ചെയ്യുന്ന നിഫ്റ്റി 50ൽ പെട്ട സ്റ്റോക്കുകൾ മാത്രം കാണാം. ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനർ ഒബേ ചെയ്യുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലുള്ള സ്റ്റോക്കുകൾ മാത്രം കാണാം. ഇനി നമ്മളൊന്ന് ബാക്ക് അടിച്ചു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് പരിചയപ്പെടാം. ബാക്കിയുള്ള സ്കാൻസും സ്ക്രീനേഴ്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ഇന്നത്തെ ട്രെൻഡിങ് സ്കാൻസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് അല്ലാത്ത തരം സ്കാൻസും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ബുള്ളിഷ് ഫോർ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു സ്കാനർ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ബുള്ളിഷ് ആകുന്ന സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് കറക്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നല്ലാതെ ഇതൊന്നും നമ്മൾ ഫുള്ള് അന്ധമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാനിത് കുറേ ചെക്ക് ചെയ്താണ്. അപ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയി, ചിലതൊക്കെ അതിന് വിപരീതമായിട്ട് താഴേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ബ്ലൈൻഡായിട്ട് എടുക്കുകയൊന്നും ചെയ്യേണ്ട. വേറെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. എനിവേ ആ സ്റ്റോക്ക്, ഇതിൽ വരുന്ന സ്റ്റോക്ക് ബുള്ളിഷ് ആയിരിക്കും. പക്ഷേ ഈ നാളെ തന്നെ അത് കയറിപ്പോകും എന്നൊന്നുമില്ല. ഒരു 50% ഒക്കെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് പേപ്പർ ട്രേഡും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ശരിക്കും ഈ ഒരു സ്കാനറിൽ നമ്മൾ കാണുന്നുണ്ട് ഫ്യൂച്ചേഴ്സിലുള്ള സ്റ്റോക്കുകളാണ് ഉള്ളത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ പെട്ട സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്ത് അവർ തന്നെ കൊടുത്തേക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ക്യാഷോ അല്ലെങ്കിൽ നിഫ്റ്റി 100ഓ നിഫ്റ്റി 50ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ സ്റ്റോക്കിന് മാറ്റം ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം ഈ ചാർട്ടിങ്കുകാരുടെ ഒരു സ്ക്രീനർ അല്ല കേട്ടോ. സ്ക്രീനർ അവരുടെ ആണെങ്കിലും ഈ സ്കാൻസൊക്കെ അവരുടെയാണ് എന്നില്ല. ഇതൊക്കെ ഓരോ വ്യക്തികൾ സേവ് ചെയ്ത് വെക്കുന്ന സ്കാൻസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോപ്പുലറായിട്ടുള്ളത് മിക്കവാറും വർക്കൗട്ടാകും. ഇത് അങ്ങനെ പോപ്പുലറായിട്ടുള്ള ഒരു സ്കാനറാണ്. പോപ്പുലറായിട്ടുള്ളത് വർക്കൗട്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കാൻസാണ്. അപ്പോൾ അതിൽ പെട്ട ഒരു സ്കാനാണ് ഇതും.
അപ്പോൾ ഇങ്ങനെയുള്ളത് ആൾക്കാർ കൂടുതൽ സെലക്ട് ചെയ്ത് സ്കാൻ ചെയ്യുന്നത് സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കാൻസുകൾ നമുക്ക് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കാം. എനിവേ പേപ്പർ ട്രേഡിംഗ് മസ്റ്റാണ്. അത് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് ചാർട്ടിങ്കുകാർ ഡെവലപ്പ് ചെയ്തതല്ല, മറിച്ച് ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്കുമൊക്കെ സ്ക്രീനർ ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് സേവ് ചെയ്തിടാം. അത് മറ്റുള്ളവർക്ക് ഇതുപോലെ തന്നെ കാണാനും അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ബുള്ളിഷ് ഫോർ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു സ്കാനറിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇത്രയൊക്കെ അപ്ലൈ ആകുന്ന ഫ്യൂച്ചറിലുള്ള 2 സ്റ്റോക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് TCS ആണ്. ഓക്കെ, TCS അപ്പാകാൻ സാധ്യതയുണ്ട്. കാരണം രൂപയുടെ മൂല്യം ഇടിയുകയും ഡോളറിൻ്റെ വില കൂടുകയും ചെയ്തു. അപ്പോൾ IT സെക്ടറിന് നല്ലതാണ്. അതുകൊണ്ട് TCS അപ്പാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി 3 ദിവസം കഴിഞ്ഞേ മാർക്കറ്റുള്ളൂ. അതുകൊണ്ട് അന്നത്തെ അവസ്ഥയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം അപ്പാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അന്നേരം രൂപയുടെ മൂല്യം ഒന്നും കൂടി ഇടിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കയറിപ്പോവും. അതേസമയം രൂപയുടെ മൂല്യം കൂടുകയും ഡോളറിൻ്റെ മൂല്യം ഇടിയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഈ TCSൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ടാണ്. താഴെ ഫണ്ടമെൻ്റൽസ് കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് TCSൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഫേസ് വാല്യൂ, എക്സെട്രാസ്, ഡിവിഡൻഡ് പെർസെൻറ്റേജ്, അങ്ങനെ ഫുൾ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇനി അത് മാറ്റിയിട്ട് ഫണ്ടമെൻ്റൽസ് മാറ്റിയിട്ട് ക്യാൻഡിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. ചാർട്ടിൽ പീരിയഡും റേഞ്ചും മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഓൾ ഡാറ്റ മന്ത്ലി ചാർട്ടാണ് ഉണ്ടായിരുന്നത്. അത് പീരീഡ് നമുക്ക് 1 ഇയർ, 2 ഇയർ, 3 ഇയർ അല്ലെങ്കിൽ 1 മന്ത്, 2 മന്ത്, 3 മന്ത്സ് അങ്ങനെ കൊടുക്കാം. 1 ഡേ മുതൽ ഓൾ ഡാറ്റ വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെയാണ് റേഞ്ച് നമുക്ക് മന്ത്ലി കൊടുക്കാം, വീക്കിലി കൊടുക്കാം, ഡെയിലി കൊടുക്കാം. അതുകൂടാതെ തന്നെ 1 അവർ, 4 അവേഴ്സ്, 5 മിനിറ്റ് ചാർട്ട്, 10 മിനിറ്റ് ചാർട്ട്, ഇങ്ങനെ ഏത് റേഞ്ച് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1, 2, 3 മിനിറ്റിൻ്റെ ചാർട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവൈലബിൾ ആകുള്ളൂ. അതായത് പ്രീമിയം സബ്സ്ക്രിപ്ഷന് 780 രൂപയാണ് ഒരു മാസം ഉള്ള ചാർജ്. അതുപോലെ തന്നെ ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ സ്റ്റിക്കും അതുകൂടാതെ മറ്റ് പാറ്റേണുകളിലേക്കും പോകാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ഇവിടെ വരയ്ക്കേണ്ട സ്ഥാനത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വര വരുന്നതാണ്. അതുപോലെ തന്നെ കളർ മാറ്റാനും സാധിക്കും. അതുപോലെ ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് ആ ചെരിഞ്ഞിരിക്കുന്ന വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാവുന്നതാണ്. ഇതിന് 2 ക്ലിക്ക് ആവശ്യമുണ്ട്. ആദ്യത്തെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വര സ്റ്റാർട്ടാവും. എവിടെയാണോ നമുക്ക് അവസാനിപ്പിക്കേണ്ടത് അവിടുന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവുക. അവിടെ വീണ്ടും ഒരു ക്ലിക്ക് കൂടെ കൊടുക്കുമ്പോൾ ആ വര അവിടെ അവസാനിക്കും. ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതേസമയം ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനാണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ലൈനും ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇനി ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വരയ്ക്കേണ്ട സ്ഥാനത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബോക്സ് വരയ്ക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ക്യാൻഡിൽസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അകത്ത് നിറമുള്ള ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ അത് ഇങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്യാൻഡിലിൻ്റെ പടമുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ആരോ വരയ്ക്കുവാനായിട്ട് ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോ വരയ്ക്കാവുന്നതാണ്. വരച്ച ആരോ ഡയറക്ഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വരച്ച എല്ലാ ലൈനുകളും എഡിറ്റ് ചെയ്യാൻ പറ്റും. കളറാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ചാർട്ടിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ ആ
ആൽഫബറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ടിൽ എഴുതേണ്ട ഭാഗം എവിടെയോ അവിടെ ക്ലിക്ക് ചെയ്യാം. എഴുതി കഴിഞ്ഞിട്ട് മാറ്റണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ വേർഡ്സിൻ്റെയൊക്കെ സൈസ് മാറ്റാനും സ്റ്റൈല് മാറ്റാനും കളറ് മാറ്റാനും ഒക്കെ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ കഴിയുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യവും എഡിറ്റ് ചെയ്യുന്ന കാര്യവും സേവ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇത് ഇത്ര ലെങ്തിയായി. അത് മാത്രമല്ല, എനിക്ക് ഡെയിലിയുള്ള നെറ്റ് എന്ന് പറയുന്ന 1.5 GB ആണ്. ഏകദേശം അതിൻ്റെ അടുത്ത് ആകാറായി തോന്നുന്നു. ഈ വീഡിയോ കുറച്ച് ഡേറ്റാസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അപ്ലോഡ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കട്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം.